പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ കൂടി പോയാൽ. കാരണം ഇപ്പോഴേക്ക് നമ്മളൊരു ഡിസിപ്ലിൻഡ് ലൈഫിലാണ്, നമ്മൾ അനുസരണയുള്ളതായിട്ട് മാറുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്പോൺസറോടെങ്കിലും, അല്ലെങ്കിൽ സ്പോൺസറൊക്കെ മനസ്സിലാവും, സ്പോൺസറുള്ള കാര്യം തുറന്നു പറയും, പക്ഷേ നമ്മൾ ഒത്തുപോകാന്നുള്ളത് നന്നായിട്ട് പോകുന്നുള്ള ബെറ്റർ, നിങ്ങൾ വേറെ ആരെങ്കിലും ഒരു സ്പോൺസറായിട്ട് എടുക്കുകയായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം തുറന്നു പറയും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് സ്പോൺസർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും ഫൂളാക്കാന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ആരെയും സ്പോൺസറാക്കി എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് എന്തെങ്കിലും കുറെ കഥകളും ഒക്കെ പറഞ്ഞു പോകും. അത് അങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. അതാത് കാര്യങ്ങളെ വളരെ നമുക്ക് അപ്പോഴത്തേക്ക് നമുക്കൊരു നല്ല അപ്പൊ അവിടെ ദൈവം പ്രവർത്തിച്ച് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നാവിൽ നിന്ന് അന്തരംഗത്തിൽ നിന്ന് വരും ആ ഒരു വിളി, ദൈവമേന്നോ, എത്ര ഈശ്വര ഭഗവാനെ. ആ ഒരു രീതിയിലേക്കുള്ളൊരു തലം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലാണ്. കാരണം ഇത് സ്പിരിച്വൽ പ്രോഗ്രാം ആണെന്നുള്ളത് തുടക്കത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ ആ സ്പിരിച്വൽ പ്രോഗ്രാമിന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയിലെത്തുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ 6-7 പടികൾ. ഇന്നിപ്പോ ഡെയിലി റിഫ്ലക്ഷൻ വെച്ചിട്ടുണ്ട്. ഇന്നലെയും അത് തന്നെയായിരുന്നു, മിനിഞ്ഞാന്നും ഇത് തന്നെയായിരുന്നു. റിസെന്റ്മെന്റിന് വിദ്വേഷം എന്നുള്ള വാക്ക്. ഈ വിദ്വേഷം എന്ന ആ ഒരു കേൾക്കുമ്പോൾ 3 അക്ഷരം വിദ്വേഷം. ഈ വിദ്വേഷം എത്രത്തോളം മനസ്സിലുണ്ടോ, ആരുടെയും മനസ്സിലേക്ക് ദൈവത്തിന്റെ ആ പ്രകാശ കിരണങ്ങൾ പ്രവേശിക്കുന്ന ആരും വിശ്വസിക്കേണ്ട. ഞാൻ എൻ്റെ ദേഷ്യം മാറ്റിയിരിക്കുന്നു, ഞാൻ സെക്ഷലി വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ആളാണ്, ഞാൻ അവിടെ ഇവിടെ എല്ലാം ചെയ്തിരുന്ന ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇതെല്ലാം നിർത്തി. പക്ഷെ എൻ്റെ ഉള്ളില് ചില വ്യക്തികളായിരിക്കും ഒരു വിധത്തിലും അത് മാത്രം പറയണ്ട, അത് പറ്റത്തില്ല, ഒരു കാര്യമില്ല. അപ്പൊ റിസെന്റ്മെന്റ് എന്ന് പറയുന്ന ഈ നമ്പർ 1 ഒഫൻഡർ എന്നല്ലേ നമ്മൾ ഇന്നലത്തെ ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. റിസെന്റ്മെന്റ് ഇസ് ദ നമ്പർ 1 ഒഫൻഡർ. തടസ്സം നിൽക്കുന്ന എന്നുള്ളതാണ്. ഒഫൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുന്നത്. ദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതിന്, ദൈവം എന്നിലേക്ക് പ്രവേശിക്കുന്നതിന്, ഞാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ തണലിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സം നിൽക്കുന്ന ഏക കാരണം റിസെന്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഈ 6-7 പടികളിൽ വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ സ്ഥലത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. എന്താണ് നമ്മള് ഇന്നലെ കഴിഞ്ഞ ദിവസം മത്തി 75-ാമത്തെ പേജിലായിരുന്നു. 75-ാമത്തെ പേജിന്റെ ടോപ്പ് ഭാഗത്ത് നമ്മള് എത്തിയ ആ ഭാഗമാണ്. അപ്പൊ അതിന്റെ 74 ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് തുടർന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തന്നിഷ്ടം പോലെ ചെയ്യുന്ന മറ്റുള്ള സ്വാർത്ഥത, നമ്മളുടെ സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെന്റേർഡ്നെസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ അവർ പ്രോബ്ലംസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയും സ്വകേന്ദ്രീയതമാണ് നമ്മുടെ റൂട്ട് കോസ്, മൂലകാരണം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും നമ്മൾ തുടക്കത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചു വാരിക്കളയാൻ ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ ടോട്ടലി ഇതിനെ അടിച്ചു വാരി ഒരു ക്ലീൻ ഹൗസ് ആക്കി മാറ്റണം. ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹമില്ലെങ്കിൽ അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ റിസെന്റ്മെന്റും ഇതും എല്ലാ സംഭവം വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 7-ാമത്തെ പടിയുടെ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ ആ പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെ തിന്മയുടെ അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സജീവങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എനിക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് ഒരു വിധത്തിൽ അയാളോട് ക്ഷമ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധിക്കും. അത് സാധിക്കാനായിട്ട് അത് വരുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥിക്കുക. കാരണം അത് ആ വാക്ക് പദാനുപദം നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചു വായിക്കണം. വെറുതെ കണ്ണടച്ച് വായിക്കുക. എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ഒരു സറണ്ടർ ആയിട്ടുള്ള ഒരു പ്രെയർ ആണിത്. എന്നിലുള്ള നന്മയുണ്ട്,
എന്നിലുള്ള തിന്മയുമുണ്ട്. അതിന്റെ അധീപനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവ്. അപ്പൊ ദൈവഹിതം നടത്തി തരാനായിട്ട് ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമെങ്കിലും എന്റെ സഹജീവികൾക്ക്, എന്റെ കുടുംബത്തിന്, കാരണം എന്റെ ഏറ്റവും അടുത്ത പിന്നീട് എന്റെ ഗ്രൂപ്പില് അവർക്ക് പ്രയോജനപ്പെടാത്ത നിലയിൽ ഉള്ള എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അത് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരു ദിവസത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 5 minutes ദൈവത്തിന്റെ സന്നദ്ധയിലായിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി 5 കുറച്ചിട്ടൊരു 2 minutes, രാവിലെ 2 minutes, വൈകിട്ട് 2 minutes ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എന്തിനായി പരക്കം പായുന്ന? ഒരു പരക്കം പായത്തിനൊന്നും ഒരർത്ഥമില്ല. സോ ഈ ഇതിനകത്ത് നമ്മൾ ഇതിനെ ലാഘവത്തോടെ കാണരുത്. ഈ 6-7 പടി അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ആ ഒരു സന്നദ്ധത വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ, കാരണം അവിടെ നമ്മൾ പറയുന്നുണ്ട് അത് വരുന്നവരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു മദ്യത്തിന് വേണ്ടി വിജയം വരിക്കുന്നതിന് എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മോചനം, ഈ മദ്യാസക്തി എന്ന വിപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് എത്ര ദൂരം പോകുന്നതിനും നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. 57-ാമത്തെ പേജിൽ ഞാൻ അത് വന്ന് വായിച്ചാണ്. അപ്പൊ അവിടെ വരെയാണ് നമ്മൾ വായിച്ചതിന് ശേഷം ഇന്നിപ്പോ നമുക്ക് 75-ാമത്തെ പേജിൽ തുടങ്ങാം, മുമ്പോട്ട് പോവാം. അപ്പൊ ഇനിയുള്ളത് 8-9 പടികളാണ് വരുന്നത്. 8-9 പടിയിൽ ബിഗ് ബുക്ക് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മിക്കവാറും ഇനിയും ചില ആശങ്കകൾക്ക് ഇടമുണ്ട്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെയും മറ്റ് ചങ്ങാതിമാരുടെയും പട്ടികൾ ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയാടിസ്ഥാനത്തിലുള്ള സമീപനമായി ചെല്ലുന്നതിൽ ഞങ്ങൾക്ക് അവിശ്വാസമുള്ളവരായിരിക്കാം. പക്ഷെ നാം ദൃഢമനസ്കരായിരിക്കുക. ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം ഊന്നി പറയേണ്ടതില്ല, പറയാൻ പാടുമില്ല. നാം ഒരുപക്ഷെ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുവാനാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമെല്ലാമായില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സ്നേഹനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. അപ്പൊ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഒരു ചില ആശങ്കകൾക്ക് ഇടയുണ്ട്. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് probably there are still some misgivings. ചില ആശങ്കകൾ. അതിനകത്ത് നമുക്ക് എന്താണ്, ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്ത് മറ്റ് ഞങ്ങളുടെ പട്ടിക നമ്മുടെ ഓൾറെഡി ഒരു പട്ടികയുണ്ട്. കാരണം നമ്മൾ 4-ാം പടി എഴുതിയപ്പോൾ നമ്മൾ ദ്രോഹിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ഞാനൊരു വലിയ ആത്മീയതയിൽ അല്ലെങ്കിൽ ഭയങ്കര മതത്തിന്റെ ഒരു രീതിയിൽ ചെല്ലുവാനായിട്ട് നമുക്ക് അതിനകത്ത് ഒരു നോട്ട് ഷുവർ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെ? അതുകൊണ്ടാണ് നമുക്കൊരു വിശ്വാസക്കുറവ്. പക്ഷെ ദൃഢമനസ്കരായിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും ഭയപ്പെടേണ്ട. നമുക്ക് അതിന് ചെയ്യാനുള്ള എല്ലാത്തിനും രീതിയുണ്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള ഒരു സമീപനമായിട്ട് ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക ആദ്യ സമീപനത്തിൽ. അപ്പൊ നമ്മൾ, കാരണം സമയം അഥവാ കാലം കഴിയുമ്പോൾ നമുക്കിതൊക്കെ സാധ്യമായിട്ട് വരും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ഒരു ദ്രോഹിച്ചവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസൺമെന്റ് ഉള്ളവരുടെ അടുത്തേക്ക് അത് തീരാനായിട്ട് വരാം. അത് ടൈം ടു ടൈം സ്പോൺസറുമായിട്ട് സംസാരിച്ച് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. പോരാത്തതിന് നമ്മളിത് റെഡി ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. അപ്പൊ സ്വഹിതത്തിന് ഇനി സാധ്യതയില്ല. ഇനിയുള്ള സ്ഥലത്ത് ദൈവഹിതം, അതാ ഡെയിലി പ്രാക്ടീസിൽ കൂടി നമ്മൾ പോയാൽ മാത്രമാണ് ഇതിന് നമുക്ക് ഇതിനകത്ത് ശരിയായിട്ടുള്ള വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ.
ചില ആളുകളോട് ഈ ആത്മീയവശം ആദ്യ സമയത്ത് നാം ഊന്നി പറയേണ്ടതില്ല, പറയാൻ പാടുന്നില്ല. നാം ഒരുപക്ഷെ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കുക. അപ്പൊ ചിലരെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഒരു സ്പിരിച്വലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഞാൻ നിന്നോട് പുരോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ പറയുന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക് നാം ചെയ്യുന്ന നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാനാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രമല്ല നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്നത് യോഗ്യത നേടുക എന്നാണ് നമ്മുടെ യഥാർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടാ പോകാതിരിക്കുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു മറ്റുള്ളവർക്ക് സഹായകരമാവുന്ന ഒരു പാത്രമാവുന്ന രീതിയിൽ നമ്മൾ ആകാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതായിരിക്കണം നമ്മുടെ പ്രാഥമിക ഉദ്ദേശം. അതാണ് നമ്മുടെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയത്തില്ലേ. അവർ പ്രൈമറി പർപ്പസ് ഈസ് ടു സ്റ്റേ സോബർ. അപ്പൊ അതിൽ വർക്ക് ചെയ്യുക. അത് ആ കാര്യത്തിൽ വർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സ്റ്റേ സോബർ ആൻഡ് ഹെൽപ്പ് അതർ ആൽക്കഹോൾ. കഷ്ടപ്പെടുന്ന മദ്യം അതിലേക്കായിരിക്കണം നമ്മളുടെ ചിന്തകൾ കൂടുതലായിരിക്കുക. അതുകൊണ്ട് ഇവിടെ എടുത്തുചാട്ടത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കേമനെന്ന് ഭാവിക്കുന്ന നമ്മൾ മതവിശ്വാസികളായി വിളിച്ചു പോയെന്ന ഒരാളെ നാം ശ്രമിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. ചില നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കാണും. നമ്മൾ ഭയങ്കര മാറ്റമല്ല വന്നിക്കണം, നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഒരു നമ്മളിൽ വിശ്വാസമില്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തെ ദ്രോഹിച്ചായിരിക്കും, അല്ലെങ്കിൽ പുള്ളി എന്തായാലും അവര് തമ്മിലായിട്ടുള്ളൊരു നമുക്ക് അവരോട് ക്ഷമിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കേണ്ടതായിരിക്കും. രണ്ടു കാര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ കൊച്ചാക്കി കാണുന്ന ചില ആളുകളുണ്ടാവും. അതാണ് നമ്മൾ മതവിശ്വാസികളായി പോയിന്ന് വിയോജിച്ചു പോയിരുന്ന ഒരാളെ സമീപിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് കയറി അതൊരു പാഴ്വേലയായിരിക്കും. നമ്മെ മതഭ്രാന്തനെന്നോ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള മതനിഷ്ഠയുള്ളവരെന്നോ മുദ്രപ്പെടുത്തുന്ന നാം എന്തിനെന്നോട് അങ്ങനെയുള്ളവരുടെ മുമ്പിൽ യാതൊരു കാരണവശാലും പെട്ടെന്ന് പോകരുത്. അവരെ ഒരു സൈഡിൽ ഒതുക്കി നിർത്തേക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയായാൽ ഒരുപക്ഷെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തുകയായിരിക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ പടികൾ 8, 9 പടികള് 4 മുതൽ മുമ്പോട്ടുള്ള എല്ലാ പടികളിലുമാണ്. പക്ഷെ ഈ 4, 5 വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ്, വൈറ്റൽ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ 6, 7 പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നമ്മുടെ സ്വഭാവത്തിലുള്ള എല്ലാ ന്യൂനതകളെയും ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന ഒരു പടിയാണ്. 9 എന്ന് പറഞ്ഞാൽ പരിഹാരമാണ്, റെസ്റ്റിറ്റ്യൂഷൻ. ആ റെസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്പോൺസറുടെ ഉള്ള ഒരു കോൺസ്റ്റന്റ് ടച്ച് നമുക്കുണ്ടായിരിക്കണം. നേരെ മറിച്ച് ഒരു തെറ്റ് ശരിയാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം സമീപിക്കുന്ന ആൾ വളരെ തൽപരനായിരിക്കും. നമ്മുടെ ആത്മീയതാ കണ്ടെത്തലുകൾ നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തിലേക്കാൾ നാം പ്രകടിപ്പിക്കുന്ന നമ്മുടെ സന്മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ളവനായിരിക്കും. അപ്പൊ നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ളതിനെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് പറഞ്ഞില്ലേ, ഇത് ദൈവീകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഷോ. അതിനുള്ള എന്നിൽ സത്യസന്ധമായിട്ടുള്ള ഒരു സന്നദ്ധതയും അതിന് ഒരുക്കമുള്ള ഒരുക്കവും സന്നദ്ധതയൊക്കെ ഒന്ന് തന്നെയാണ്. ആ ഒരു മനോഭാവം നമ്മൾ ഒത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ അതിന്റെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ദൈവം നമുക്ക് സാധിക്കാൻ പറ്റാത്തത് നമ്മൾ ഇതിലല്ലേ, ഈ 9ാമത്തെ പടിയിലല്ലേ നമ്മുടെ വാഗ്ദാനം വരുന്നത്. ഈ സഡൻലി റിയലൈസ് ദാറ്റ് ഗോഡ് ഈസ് ഡൂയിങ് ഫോർ us what we could not do for ourselves. നമുക്ക് സ്വയം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഭയത്തിനൊന്നും ഇനി ആവശ്യമില്ല. സമയമാകുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എടുത്തിയാടി എല്ലാത്തിനും കൂടി ഒറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് പരിഹാരം ചെയ്ത് ദ്രോഹിച്ചവരുടെ അടുത്തേക്ക് ചെല്ലണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കൺഫ്യൂഷനിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും സാധിക്കും. നമ്മളെ ഇവിടം വരെ എത്തിച്ച ആ ശക്തി തീർച്ചയായിട്ടും വെളിച്ചത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ തന്നിലേക്ക് തന്നെയുള്ള തന്റെ കഴിവിലുള്ള സ്വേച്ഛയാൽ ഇനി പോകരുത്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞവരാണ്. നമ്മൾ സെൽഫ് ഇമ്പോസ്ഡ് ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് പറയുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കിയ വെച്ച പ്രശ്നമാണ്. ഇവിടെ ഇനി അങ്ങോട്ടും അത് പാടില്ല. സോ
അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചുള്ളതാണ് ഈ നമുക്ക് നമുക്കറിയാം. അപ്പൊ അവരുടെ മനസ്സിൽ അവർക്ക് താല്പര്യമുള്ള ആളായി തീരും. അവരോട് നമുക്ക് പറയാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് തെറ്റുകൾ മാപ്പ് ചോദിക്കുന്നതാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമ്മൾ പണ്ടെങ്കിലും കാശ് കൊടുക്കാനുള്ള കാര്യത്തിലുള്ളതാണെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാം. ഏത് രീതിയിൽ എന്ത് പ്രശ്നമാണെങ്കിലും തുറന്ന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു തലത്തിലുള്ള ഒരു വ്യക്തി നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമ്മളെക്കാൾ കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ലെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നമ്മളോട് പറയും, ഞാൻ നിന്നെ അതുപോലെ തന്നെ നിന്നെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ നീ എന്നോട് പുറപ്പെടണമെന്ന് പറഞ്ഞ് അന്ന് കെട്ടി കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കും. സോ ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു മുൻവിധി വേണ്ട. നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നു അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മതി. ഈശ്വരൻ എന്ന വിഷയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറുന്നതിനുള്ള ഒരു ഒഴിവായി ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം നിർവഹിക്കപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ദൃഢവിശ്വാസങ്ങൾ സാമാന്യ ബുദ്ധിയോടും നയചാരിത്യവും കൂടി തുറന്നു പറയാൻ സന്നദ്ധയുള്ളവരാണ്. ഹോണസ്റ്റി. നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നം ഉയർന്നു വന്നേക്കാം. ഇതാണ് വലിയൊരു പ്രശ്നം. നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ നമ്മൾ ടോട്ടലി റിസെന്റ്മെന്റ് മാത്രമല്ല, ടോട്ടലി ഇറിറ്റബിൾ, അയാളോട് ഭയങ്കര ഒരു വിധത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അങ്ങനെ പറയത്തില്ല. അങ്ങനെ അതാണ് ആ കാര്യത്തിലാണ് നമ്മളോട് പറയുന്നത്. അതിനുള്ള ഏക സൊല്യൂഷൻ ത്രൂ പ്രയർ ഓൺലി, പ്രാർത്ഥനയിൽ കൂടി. അത് നമ്മളുടെ പ്രയർ ഓൺലി. യെസ്, ഈ പ്രാർത്ഥന ഇവിടെ ഉപയോഗിക്കുക. നമ്മുടെ 4th സ്റ്റെപ്പിന്റെ ഭാഗത്ത് വരുമ്പോ നമ്മള് ഭയമാണല്ലോ ഇങ്ങനെയുള്ള കാര്യത്തിൽ. നമ്മള് 67ാമത്തെ പേജില് ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ചെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പാരഗ്രാഫില് അതിന്റെ ലാസ്റ്റ് വാക്കാണ്, ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാൻ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. ഇത് 4th സ്റ്റെപ്പിൽ ഭയത്തിൽ നിന്നുള്ള മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന ഇവിടെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. ഭയത്തിന് നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ സമീപിക്കുക എന്നുള്ളത് ആ പ്രശ്നം ഒരു ഭയത്തിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ നമ്മൾ ഈ പ്രാർത്ഥന വളരെ നിങ്ങളുടെ ഈ വ്യക്തിയെ സമീപിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഭയമാണോ, അതാ ആ തടഞ്ഞു നിർത്തുന്ന എന്ത് ശക്തിയായാലും അതിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ചെയ്തിരുന്ന ദ്രോഹം അയാൾ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാകും. അയാളോട് കുറെ കൂടി നല്ലൊരു മനോഭാവം ഞങ്ങൾ ആർജിച്ചിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുന്നതിൽ ഞങ്ങൾ വൈമനസ്യമുള്ളവരായിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പ്രയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഇതിനെ മാറ്റി തരുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രയർ അത് കൂടുതലും ഒന്നും പ്രയർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വ്യക്തി ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. 4 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഇല്ലെങ്കിൽ പോകും. പക്ഷെ നമ്മളത് പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം നമ്മള് പറയും എന്തായാലും ആരോടൊക്കെ ക്ഷമിച്ചാലും വേണ്ടില്ല. ചിലപ്പോ പറയും എനിക്ക് ഒരിക്കലും അയാളെ പോയി ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാത്ത രീതിയിലുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടാവാം. മനസ്സിലായില്ലേ? അയാളുടെ വീട്ടിലേക്ക് എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഒഴിവായി പോകരുത്. ഇന്ന് നമ്മൾ സൃഷ്ടാവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. നമ്മളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ച് നമ്മൾ പുതിയ ജന്മം എടുത്ത ആളായിട്ട് കാണുന്നു. കഴിഞ്ഞാൽ അത് തിരിച്ചു വരാൻ പറ്റില്ല. അത് അങ്ങനെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവമുണ്ടോ, അത് നിങ്ങൾ സ്വയം വിശകലനം ചെയ്യുക. അതാണ് നമ്മുടെ ഇൻവെന്ററി. ഈ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരും. ഒരു കൂട്ടുകാരനേക്കാൾ ഒരു ശത്രുവിനെ സംബന്ധിക്കുന്ന കൂടുതൽ കഠിനമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യും. ഞങ്ങളുടെ പഴയ തെറ്റായ ധാരണകൾ ഏറ്റുപറഞ്ഞുകൊണ്ടും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും മാപ്പ് നൽകാനും സഹായിക്കാനുള്ള മനോഭാവത്തോടെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ നമ്മളുടെ ചെയ്ത തെറ്റുകളെ കുറിച്ച്
ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സോറി പറയലായിട്ട് ചുരുക്കരുത്, മനസ്സിലായില്ലേ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് നല്ല വാക്കുകൾ വരും. സോറി എന്ന് പറയുന്ന ഒരു വാക്കായിരിക്കും അതിനേക്കാളൊക്കെ അത് ആ സാഹചര്യത്തിനനുസരിച്ച് സംഭവത്തിനനുസരിച്ചും ഖേദമാണ്. ആ രീതിയിൽ നമ്മൾ അയാളുടെ അടുത്തേക്ക് ചെല്ലണം. യാതൊരു സാഹചര്യത്തിലും അയാൾ ഞങ്ങളെ വിമർശിക്കുകയോ അയാളുമായി വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കഴിഞ്ഞ കാലം നേരെ യുവാക്കൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയെന്ന് ലളിതമായി അയാളോട് പറയും. ഈ ഇതിനൊരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് പറയാം. ഞാൻ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്, സുഖമായിട്ടൊക്കെ മദ്യപിക്കാതൊക്കെ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഓൾറെഡി അവർക്ക് അറിയാം. നല്ല കാര്യം, സന്തോഷം. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പേരുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് മോചിതനായിട്ട് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയണം, ക്ഷമ പറയണം. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരുമ്പോൾ അത് വളരെ നല്ല രീതിയിലേക്ക് തന്നെ ആയിക്കോളും. അയാൾ എന്ത് ചെയ്യണമെന്ന് അയാളോട് പറയാതെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും പറയണ്ട. നമ്മളുടെ ഭാഗത്തുള്ള വൈകല്യം തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാവുന്നു. അപ്രകാരം ചെയ്തെങ്കിൽ ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ബോധ്യമില്ല. അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളെ സ്പർശിച്ച് മാത്രം സംസാരിക്കും. ഞങ്ങളുടെ സമീപന രീതി ശാന്തവും ആർജവമാർന്നതും തുറന്ന മനസ്സോടെ ഉള്ളതുമാണെങ്കിൽ തൃപ്തികരമായ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാനാവും. അപ്പൊ ഇത് നമ്മളുടെ ഈ സമീപന രീതി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഈ പടിയിൽ എപ്പോഴും ഞാൻ പറയുന്നത്, ഞാനെന്നല്ല ആരും പറഞ്ഞു തരിക നമ്മളോട്, നമ്മൾ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ സ്പോൺസർ. അന്വേഷണത്തോടെ പോയിട്ട് ചിലപ്പോൾ എടുത്തു ചാടിക്കോ ഇന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാതെ കൂടുതൽ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് എങ്ങനെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു ചർച്ചയാണ്. കാരണം നമ്മൾ ഒരാളായിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. 10-9 പേരുടെ കാര്യത്തിലും തീരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്ന മനുഷ്യൻ അയാളുടെ മുൻകാല കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അതുകൊണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന വഴക്ക് 1 മണിക്കൂറിനകം ഉരുകിത്തീരുന്നു. പറഞ്ഞില്ലേ, പെട്ടെന്ന് എന്താണ് പലതും അപ്രതീക്ഷിതമാണ്. നമ്മൾ സന്ദർശിക്കുന്ന അയാളുടെ മുൻകാല കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അങ്ങോട്ട് ചെയ്യുന്ന അങ്ങേരെ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പൊ ഏതാണ്ട് വർഷങ്ങളോളം നിൽക്കുന്ന ഈ വഴക്ക് അഥവാ വിദ്വേഷം, പക, ദേഷ്യം ഇവയെല്ലാം 1 മണിക്കൂറിനകം ഉരുകിത്തീരുന്നു. തൃപ്തികരമായ പുരോഗതി കൈവരിക്കും നിങ്ങൾ പരാജയപ്പെടുക വിരളമാണ്. ഈ കാര്യത്തിൽ ഒരു പരാജയപ്പെടുക എന്നുള്ള തൃപ്തികരമായ പുരോഗതി കൈവരിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുക വളരെ വിരളമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രോമിസ് ആയിട്ട് തന്നെ കണ്ടുകൂടെ, മനസ്സിലായില്ലേ? ഈ രീതിയിൽ നമ്മൾ ഈ ബിഗ് ബുക്കിലെ വാചകങ്ങൾ നമ്മൾ നിസ്സാര സമയം കൊണ്ട് ഇത്രയും ശത്രുവാണെന്ന് വിചാരിച്ചിരുന്ന 2 പേര് തമ്മിൽ, അല്ലെ 2 കുടുംബങ്ങൾ തന്നെയായിരിക്കും തമ്മിൽ നിസ്സാര വാക്കുകൾ മാത്രം കൊണ്ട് നല്ലൊരു ബന്ധം അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഞങ്ങളുടെ പഴയ ശത്രുക്കൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പുകഴ്ത്തുകയും ഞങ്ങൾക്ക് വിജയാശംസകൾ നേരിടുന്നു. ചിലപ്പോഴൊക്കെ അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ആരെങ്കിലും ഞങ്ങളെ പടിക്ക് പുറത്താക്കിയാൽ പോലും ഞങ്ങൾ അത് കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അത് അണക്കെട്ടിലേക്ക് അർപ്പിച്ച വെള്ളമെന്ന് അവിടെ തങ്ങി നിൽക്കും. ബൈ ചാൻസ്. ആദ്യത്തെ കാര്യം പറയുന്നത്, നമ്മളുടെ ശത്രുക്കൾ നമ്മളെ പുകഴ്ത്തുകയും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി ചിലപ്പോൾ അത് വളരെ ഒരു ഇതാണ്. ചില ആളുകൾക്ക് അതിനെ ഓക്കെ സോറി ഒക്കെ പറഞ്ഞ് കേട്ടു, ഓക്കെ അതുകൊണ്ട് വന്നാക്കാൻ നന്നായി, കുഴപ്പമില്ല, സന്തോഷമായിട്ട് ജീവിച്ചോളൂ. പക്ഷെ നമുക്ക് ആ ബന്ധത്തിലും ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പറഞ്ഞ് നമ്മൾ അണിയൊന്ന് പുറത്താക്കിയേക്കാം. നമ്മളൊന്ന് ഇൻസൾട്ട് ചെയ്തില്ലാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ പ്രതികരണം. നമുക്ക് അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞു. എന്റെ റെസ്റ്റിറ്റ്യൂഷൻ, എന്റെ പരിഹാരം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി അത് അണക്കെട്ടിലേക്ക് അർപ്പിച്ച വെള്ളം തന്നെയാണ്. അത് അവിടെ അതിനോട് അവിടെ കിടന്നോളും. അണക്കെട്ടിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വെള്ളം എന്റെ വെള്ളമാണെന്ന് അതിനകത്ത് നോക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് മെർജ്. അപ്പൊ ആ ഒരു കാര്യത്തിലും ആർക്കും ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പാരഗ്രാഫൊക്കെ നിങ്ങൾ
8ഉം 9ഉം പടിയിലൊക്കെ എത്തുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം. വളരെ അർത്ഥമുള്ള വാക്കുകളാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അതിനകത്ത് നമുക്ക് വി ഹാവ് ടു ക്ലീൻ ദ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ നമ്മളുടെ നടക്കുന്ന പാത നമുക്ക് ക്ലീൻ ആക്കുക എന്നുള്ള, അല്ലാതെ മറ്റൊരാൾ നടക്കുന്ന പാത അവരുടെ ചിന്തകളൊന്നും ക്ലീൻ ആക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അത് നമ്മൾ നടക്കുന്ന പാതയിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം മറ്റൊരാളെ. അതുകൊണ്ട് നമ്മളുടെ ഈ ക്ലീനിങ് പ്രോസസ്സിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ നോക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അതങ്ങനെ തന്നെ സംഭവിച്ചോളും. സോ മിക്കവാറും എല്ലാ മദ്യപാനാസക്തും പണബാധ്യത ഉണ്ടാവും. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം കടം തന്ന് സഹായിച്ചവരെ കബളിപ്പിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങളുടെ കുടിയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും അവർക്കും അതറിയാം. അവരുടെ മയക്ക് അൺമ്യൂട്ടാണ്. എങ്ങനെയാണെങ്കിലും അവർക്കറിയാം നമ്മൾ അങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നുപെടുമെന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ ആൽക്കഹോളിസം പുറത്തു പറയാതിരിക്കുന്നുമില്ല. ഈ രീതിയിലുള്ള സമീപനം നടത്തിയാൽ ഏറ്റവും കർക്കശമായ പണമിടപാടുകൾ പോലും ചിലപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തും. അപ്പൊ മിക്കവാറും എല്ലാ മദ്യപാനസക്തും പണബാധ്യത ഉണ്ടാവും. ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒരുവിധമുള്ള ആളുകൾക്കെല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ആളുകളെ എങ്ങനെ സമീപിക്കണം? പലരും മദ്യപാന കാലത്ത് കടം വാങ്ങിയിട്ടുണ്ടാവും, അത് കൊടുക്കാൻ പറ്റാതെ കിടന്നിട്ടുണ്ടാവും, അതങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഏതായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മദ്യപാനമൊക്കെ നിർത്തിയ കാര്യമൊക്കെ എന്തായാലും ഈ വ്യക്തിക്ക് മനസ്സിലാവും. ഏതായാലും അവർക്ക് നമുക്ക് പൈസ കൊടുത്ത് തീർക്കണം, അത് ഉറപ്പാണ്. പോരാത്തന്നെ അവർക്കും അത് ബോധ്യപ്പെടും. കാരണം നമ്മളുടെ മനോഭാവം ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെടും. നമ്മൾ കബളിപ്പിക്കാനായിട്ടല്ല, ഒളിച്ചോടുന്നില്ല. മുമ്പൊക്കെ ഒളിച്ചോടി എന്നുള്ളവര് ഒളിച്ചോടാതെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അവരെ വേണ്ട രീതിയിലുള്ള ഒരു സമീപനം, നമ്മൾ ഇങ്ങോട്ട് അദ്ദേഹത്തെ അന്വേഷിച്ചു വരാൻ നമ്മൾ അദ്ദേഹവുമായിട്ട് തുറന്ന് സംസാരിക്കുക. പക്ഷെ എനിക്ക് പറ്റിപ്പെട്ടുള്ളൊരു വലിയൊരു അബദ്ധമാണ്. പക്ഷെ എന്റെ കഥ തന്നു തീർക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. ഞാനത് ഇന്ന രീതിയിലൊക്കെ ചിലരൊക്കെ ഈ പലിശക്കൊക്കെ പണം എടുത്തിട്ടുള്ള വലിയ എനിക്കൊക്കെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നോട് അങ്ങനെയുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് നമ്മളിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അവർ പറഞ്ഞു പലിശ തരേണ്ടത് മുതലിലും പുള്ളി ഒരു ഇത്രയും പൈസ എന്ന് വെച്ചാൽ അതൊരു 3-4 പ്രാവശ്യമായിട്ട് തന്നോളാം. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. മനസ്സിലായില്ലേ? അത് കൊടുക്കാണ്ടായിരുന്നു എന്റെ പകുതി പോലും പൈസ വാങ്ങാതെ തന്നൊരു അത് പലിശ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. കാരണം നന്നായിട്ട് ജീവിക്കുമ്പോൾ അതിലേക്ക് അങ്ങനെയുള്ള ആളുകളിൽ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് അത് നമ്മൾ ഒളിച്ചോടരുത്. നമ്മൾ സത്യസന്ധമായിട്ട് നേരിടണം കാശ് കൊടുക്കാനുള്ളവരോട്. നമ്മൾ അന്വേഷിച്ച് വരാതെ നമ്മൾ അവരെ അന്വേഷിച്ചായിരുന്നു. ചിലപ്പോൾ ഇത്തിരി മോശമായിട്ടുള്ള പ്രതികരണമൊക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ അത് മാറ്റം ഉണ്ടാവും. ചെയ്യാവുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഇടപാടുകൾ നടത്തിക്കൊണ്ട് പറ്റിപ്പോലുള്ള കാര്യങ്ങൾ ദുഃഖിക്കുന്നവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. എന്തൊക്കെയാണെങ്കിലും പണം കൊടുക്കാനുള്ളവരെ കുറിച്ച് ഉള്ള ഭയം ഞങ്ങളിൽ ദൂരീകരിക്കണം. കാരണം അവനെ നേരിടാൻ ഞങ്ങൾക്ക് ഭയമെന്നാൽ ഞങ്ങൾ കുടിക്കാൻ നിർബന്ധിതരാകും എന്നത് തീർച്ചയാണ്. അപ്പൊ ഭയത്തെ നേരിടാനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ 7ാമത്തെ പടിയുടെ ഒരു പ്രാർത്ഥന, അല്ല 8ാമത്തെ പടിയിൽ നമ്മൾ പറഞ്ഞില്ല, ഈ ഭയത്തിൽ നിന്ന് എനിക്ക് ഒരു വലിയൊരു പല ആളുകൾക്കും പറ്റുന്നതാണ്. എങ്ങനെ നേരിടുക, എന്ത് പറയും, ആയാലും അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു വേണ്ടാത്തൊരു തെറ്റായിട്ടുള്ള ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, ഞാൻ ഇന്ന ആളെ കാണാൻ പോകണം, എൻ്റെ കയ്യിൽ കാശില്ല, കാശ് കൊടുക്കാനുണ്ട്, എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് ആ ധൈര്യം, കാരണം ദൈവം ആ രീതിയിലൊന്നും സമീപിച്ചു നോക്കി. നമുക്ക് കൊടുക്കാനുള്ള പൈസ അപ്പോഴത്തേക്ക് മദ്യപിക്കാതെ കുറച്ച് സമയം കൊണ്ട് നമ്മളിലേക്ക് കുറച്ച് വന്നു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ അതൊരു വലിയൊരു പോസിറ്റീവായിട്ട്. പോരാത്തതിന് നമ്മൾ മനുഷ്യരോടാണ്. പിന്നെ ചിലർ നിർദ്ദയരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്ത് എങ്ങനെയെങ്കിലും തീർക്കുക. അപ്പോഴത്തേക്കും ദൈവമല്ലേ മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുള്ളത്, ആ വഴികൾ തെളിഞ്ഞു വരും. ഭയപ്പെടരുത്, പ്രാർത്ഥിക്കണം. അപ്പൊ ഈ 8-9 പടികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ വളരെ ഡീപ്പായിട്ട് പോകേണ്ട
ഒരവസരം പ്രാർത്ഥനയിൽ തന്നെ പോകണം. ഭയത്തിനും ഇനിയും ഇങ്ങനെയുള്ള കാര്യത്തിനും ഭയപ്പെടരുത് എന്ന് കാര്യം. ഞാനൊക്കെ ഈ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് അനുഭവിച്ചതിനൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇന്നും കുറെ ലൈബിലിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരോടും ഒളിച്ചോടാറില്ല. ആരെയും കബളിപ്പിക്കാനുമുള്ള ഉദ്ദേശമില്ല. കുറച്ച് കേട്ടല്ല ഒത്തു തീർത്തു വരുന്നു. സാധ്യമാകും എനിക്കറിയാം. ഇതൊന്നും അല്ലെങ്കിലും എനിക്ക് എന്റെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ലോകത്ത് നിന്ന് വിട്ടുപോയാലും മക്കൾ അത് തീർത്തോളാം എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. മോനൊന്നും അത്ര കാര്യമായിട്ട് സെറ്റിൽ അല്ല. പക്ഷെ എന്റെ മോള് സെറ്റിൽഡ് ആണ്. അപ്പൊ ആ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഭയത്തിന് ഇനി അവകാശമൊന്നുമില്ല. ഇന്ന് ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല. എന്നിൽ എന്തെങ്കിലും സത്യസന്ധതകളുണ്ടല്ലേ നിങ്ങൾ എന്നോട് പറയുന്നത്. നിങ്ങൾ 10, 15, 20 പേരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. എത്ര പേരായാലും. സോ നമ്മളുടെ സത്യസന്ധതയെ നമ്മൾ വളർത്തിയെടുക്കുക. പ്രാർത്ഥനയിൽ കൂടി ജീവിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഈ ആധ്യാത്മിക അനുഭവം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഭയമില്ലാതിരിക്കുക, നമ്മുടെ ഉള്ളിൽ വിദ്വേഷം ഇല്ലാതിരിക്കുക. ഒരു മനുഷ്യനോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. ആ വ്യക്തിക്ക് പറയാൻ അനുഭവം കിട്ടുന്നതാണ് ഈ 12ാമത്തെ പഠിക്കുന്ന ആധ്യാത്മിക അനുഭവം. ആ വ്യക്തിയിൽ ദൈവം വസിക്കും. എനിവേ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഭയത്തില് ഒരിക്കലും ഭയപ്പെടരുത്. ഭയപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. യെസ്, എന്തൊക്കെയാണെങ്കിലും പണം കൊടുക്കാനുള്ളവരെ കുറിച്ചുള്ള ഭയം ഞങ്ങൾ ദൂരീകരിക്കും. കാരണം അവനെ നേരിടാൻ ഞങ്ങൾ ഭയന്നാൽ ഞങ്ങൾ കുടിക്കാൻ നിർബന്ധരാണ്. അപ്പൊ ഭയം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം പോയി കുടിച്ചിരിക്കും. അതായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരെ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ഒളിച്ചോടി എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ കാര്യത്തിൽ നമ്മുടെ സ്പോൺസറോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സീനിയർ മെമ്പറോ വേണമെങ്കിൽ ദയവായിട്ട് സംസാരിക്കാൻ വരും. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ഇന്ന് പഴയ കാലം പോലെ ഒന്നുമല്ല. ഇപ്പൊ ഇഷ്ടം പോലെ നിയമങ്ങളുണ്ട്. മനസ്സിലായില്ല? ആരെയും അങ്ങനെ ദ്രോഹിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കണം. ഭയത്തിൽ നിന്ന് പുറത്തു വരണം. ഈ 6-7 പടികളിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ച് ഭയത്തിൽ നിന്ന് പുറത്താണ് അതിന്റെ പ്രാക്ടിക്കൽ ഈ സ്പിരിച്വൽ ലൈഫാണിത്. ഇറ്റ്സ് നോട്ട് എ തിയറി, വി ഹാവ് ടു ലീവ് ഇറ്റ്. അപ്പൊ നമ്മൾ ഈ തിയറി പഠിച്ചു അത് നമുക്ക് അത് ജീവിച്ചാൽ മതിയാവും. ആ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ പറയണം. ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ പോകാൻ സാധ്യമാണ്. അതിൽ കൂടി വിജയിച്ചവരല്ലേ ഇന്ന് നമ്മുടെ ഏലൊക്കെ ഉള്ളത്. ഓക്കെ, മുമ്പോട്ട് പോകാം. ഞങ്ങൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും അത് അധികാരികൾ അറിയാൻ ഇടവരികയും ചെയ്താൽ അതൊരു പക്ഷേ ഞങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം. കണക്കിൽ കുറഞ്ഞ പണവും അത് നികത്താനുള്ള മാർഗമില്ലാതെ കുഴയുന്ന അവസ്ഥയിൽ ഞങ്ങളെത്താം. ഈ വക കാര്യങ്ങൾക്ക് മറ്റൊരാളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ ജയിലടക്കപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. ഒരുപക്ഷെ കണക്ക് സൂക്ഷിക്കുന്ന നിസ്സാരമായ എന്തെങ്കിലും പാകപ്പിഴയാകാം അത്. ഞങ്ങളിൽ പലർക്കും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ വിവാഹമോചനം നടത്തുകയും പുനർവിവാഹം ചെയ്യുകയും അതേസമയം ആദ്യം തന്നെ ബാധ്യവാരി കൊടുക്കേണ്ടെന്ന് യുവനാശം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ദരിദ്രയായവൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനോട് വാറന്റ് വെച്ചിട്ടുണ്ടാവും. ഇതും സാധാരണ കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണോ, സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ നടത്തുന്ന. ഞാൻ 4 എഴുതി 5-ൽ വ്യക്തിയോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരാളോട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ ഗവൺമെന്റ് എന്റെ ഒരുപാട് പൈസ ഭയങ്കര ലക്ഷങ്ങളൊന്നും അല്ലെങ്കിൽ പോലും 1 രൂപ പോലും നമ്മുടെ ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ വരാൻ പാടില്ല എന്നുള്ള കണക്ക്. മനസ്സിലായില്ല? പക്ഷെ ഇവിടെയൊക്കെ 1000-കണക്കിന് രൂപ കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ അത് തന്നെ നമ്മള് വലിയ വില കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് നമ്മള് അതിനും പരിഹാരമുണ്ട്. മനസ്സിലായില്ല? അത് നമ്മുടെ സ്പോൺസർ പറഞ്ഞത്. സ്പോൺസറുമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തുക ആ തുകയ്ക്കൊക്കെ ഉള്ളത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ എവിടെയെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ ഒരു കഷ്ടപ്പെടുന്ന ഒരു മദ്യപനായിരിക്കും.
ആശുപത്രി കിടക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയുള്ള ഒരു കുടുംബമായിരിക്കാം. അങ്ങനെയൊക്കെ അത് പല രീതിയിൽ അതിനൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ജയിലിൽ പോകത്തില്ല. പിന്നെ പുനർവിവാഹം കഴിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അവര് ആദ്യ ഭാര്യയ്ക്ക് ജോലി വേറെ കല്യാണം കഴിക്കും, ആദ്യ ഭാര്യയ്ക്കൊന്നും കൊടുക്കാതെ അറസ്റ്റ് വാറന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാം. കോടതി കയറി കിടക്കുന്ന പല കേസും. ഇങ്ങനെ ഇത്തരം കുഴപ്പങ്ങൾ പല രൂപത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയിക്കുന്ന ചില പൊതു തത്വങ്ങളുണ്ട്. ഒരു ആത്മീയ അനുഭവം ലഭ്യമാകുന്നതിൽ എത്ര ദൂരം പോകാൻ ഞങ്ങൾ തയ്യാറെന്ന കാര്യം സ്വയം ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും ഓർക്കുകയാണ്. മനസ്സിലായില്ലേ? വീണ്ടും എത്ര പ്രാവശ്യം പറയുന്നൊക്കെ ഉണ്ട്. എത്ര ദൂരം പോകാനും ഈ അനുഭവത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് 9ാമത്തെ പടിയുടെ പ്രാർത്ഥനയായിട്ട് പറയാറുണ്ട്. ദൈവമേ ദൈവമേ എന്നുള്ളൊരു വാക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശവും ശക്തിയും എനിക്ക് നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ വാക്കുകളുടെ ഒരു മാറ്റം വരുത്തിയാൽ മതി. 9ാമത്തെ പടിയുടെ പ്രായരായിട്ട് നമുക്ക് അതിനെ കാണാം. കാരണം ഈ ആത്മീയ ജീവിതം ഈ അനുഭവം ലഭിക്കുന്നതിനെ കൊണ്ട് എത്ര ദൂരം പോകാൻ നമ്മൾക്ക് ഇപ്പൊ കഴിഞ്ഞ പേജിൽ നമ്മൾ വായിച്ചാണ് അല്ലേ? നമ്മൾ എത്ര ദൂരം പോകാൻ 59ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര ദൂരം പോകാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഈ ആത്മീയ അനുഭവം ലഭിക്കുന്ന എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറെന്ന കാര്യം സ്വയം ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ വ്യക്തിപരമായി എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ഞാൻ ശരിയായ കാര്യം ചെയ്യാനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും എനിക്ക് നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ പരിഹാരമുണ്ട്. ഞങ്ങളുടെ ജോലിയും മാന്യതയും നഷ്ടപ്പെട്ടേക്കാം, ജയിലിൽ പോകേണ്ടി വന്നേക്കാം. എങ്കിലും ശരിയായ കാര്യം ചെയ്യുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഒന്നിന്റെ മുമ്പിലും ഞങ്ങൾ കീഴ്പ്പെടുത്തു പോകരുത്. ഒന്നിന്റെ മുമ്പിലും നമ്മൾ കീഴ്പ്പെട്ടു പോകരുത്. വി ഷുഡ് ബി ഫിയർലെസ്, അല്ലെങ്കിൽ വി ഡു നോട്ട് ഷ്രിങ്ക്. ഇംഗ്ലീഷിന്റെ ഭാവം നോക്കിയോട്ടെ. യെസ്, ആ പാരഗ്രാഫ് നല്ലൊരു പാരഗ്രാഫാണ്. Although these reparations take innumerable forms, there are some general principles which we find guiding. ഇവിടെ നിന്ന് പോലെ ശ്രദ്ധിച്ചോളാം. Reminding ourselves that we have decided to go to any lengths to find spiritual experience. ആത്മീയ അനുഭവം കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ദൂരം പോകാൻ നമ്മൾ. അതിനുശേഷമുള്ള പ്രയറാണ് ഗോഡ്, അത് ഇല്ല ഞാൻ ചേർത്ത് വായിക്കുന്നു. We ask that we be given strength and direction to go to do the right thing, no matter what personal consequences may be. ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. God, please give me strength and direction to do the right thing, no matter what the personal consequences may be. ഇതിന് നമ്മൾ 9ാമത്തെ പടിയുടെ പ്രാർത്ഥനയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനപ്പെടും. We may lose our position or reputation or face jail, but we are willing. നമ്മൾ ഭയപ്പെടുന്നില്ല. We have to be. We must not shrink at anything. We have to be fearless. So നമ്മൾക്ക് ഒന്നിന്റെ മുമ്പിലും ഭയപ്പെടരുത്. ഈ പ്രാർത്ഥനകൾ 9ാമത്തെ പടിയുടെ പ്രയറായിട്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ എഴുതിയിട്ടുള്ളൂ. ഇതൊന്നും അങ്ങനെ പ്രിന്റഡ് ഫോർമാറ്റിലുള്ളതല്ല. ബിഗ് ബുക്ക് സ്റ്റഡികളിൽ സ്പോൺസേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇത് പ്രാക്ടീസും ചെയ്ത് നോക്കുക ഈ പ്രയറൊക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഗുണങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളും ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. സ്വയം അമിത മധ്യാസക്തിയുടെ പടുകൊഴിയുന്ന ഒരാൾ മാത്രം രക്ഷപ്പെടുകയും മറ്റുള്ളവരെയൊക്കെ ബലിപാടുകയും ചെയ്യുന്നതിന് വേണ്ടി
ധൃതി പിടിച്ച് രണ്ട് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ പുനർവിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കുടി കൊണ്ടും വിദ്വേഷം കൊണ്ടും ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന ജീവനാംശം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യ ആകെ കോപാകുലയായി അയാൾ അറസ്റ്റ് ചെയ്യിക്കുമെന്നുള്ള ഒരു ഉത്തരവ് അവൾ കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. അയാൾ ഞങ്ങളുടെ ശൈലി അഥവാ ജീവിതശൈലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് ഒരു ജോലി കിട്ടിയതിനു ശേഷം കുഴപ്പങ്ങളിൽ നിന്ന് അല്പാൽപമായി രക്ഷപ്പെട്ടുകയായിരുന്നു. ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ നേരിട്ട് ഹാജരാകുന്ന ധീരവും ആകർഷണീയമായ ഒരു കാര്യമായതിന് ഒരു ഈ ബുക്ക് എഴുതുന്ന 1939 സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പൊ ഇയാള് വേറെ കല്യാണം കഴിക്കുന്നു, ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതൊന്നും കൊടുത്തിട്ടില്ല, ഒരു കേസ് കൊടുക്കുന്നു, അറസ്റ്റ് വാറന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഭയം കൊണ്ട് ഇയാൾ ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാകുന്നത് ശരിയായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ഭയം അല്ലേ? അത്യാവശ്യമായിരുന്നെങ്കിൽ അയാൾ അത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷെ അയാൾ ജയിലിലായാൽ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി അയാൾ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ഇവിടെയാണ് അപ്പൊ അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ കാരണം എന്നാണ് അദ്ദേഹത്തിനോട് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും, അവർ കൊടുത്തിട്ടുണ്ടാവണം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തില്. അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, തന്റെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിച്ചുകൊണ്ട് അവർക്ക് ക്ഷമയാചന വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു കത്ത് അയക്കാൻ ഞങ്ങൾ അയാളോട് നിർദ്ദേശിച്ചു. അയാൾ അപ്രകാരം ചെയ്തു. ഒരു ചെറിയ തുക അയച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഭാവിയിൽ എന്താണ് ചെയ്യുവാൻ ശ്രമിക്കുന്നതെന്ന് അയാൾ അവൾക്ക് എഴുതി. അവൾ നിർബന്ധിക്കുകയാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് അയാൾ സൂചിപ്പിച്ചു. അവൾ ആ കാര്യത്തിൽ ഒട്ടും നിർബന്ധം പിടിച്ചില്ല. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമേണ ശരിയായി. അപ്പൊ ഭയത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് അപ്പൊ ഇയാള് ഇത് വെച്ചുകൊണ്ട് കോടതിയിലേക്ക് നേരിട്ട് ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളെ പിടിച്ചു നേരെ അറസ്റ്റിലേക്ക് പോകുമായിരുന്നു. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ സ്പോൺസർ അലിയ ഗ്രൂപ്പ് അമ്മയും 100 പേരുള്ള സമയത്ത് എഴുതിയ ബുക്കല്ലേ. അപ്പൊ ആ ഒരു എഴുത്തയക്കാൻ പറഞ്ഞു. ആ എഴുത്തയച്ചതോടൊപ്പം കുറച്ച് പൈസയും കൂടെ അയച്ചു കൊടുത്തു. അതിനുശേഷം എന്ന് മദ്യപിക്കാതെ ജീവിക്കുകയാണ്, മദ്യപാന കാലത്ത് പറ്റിയ ആ തെറ്റുകൾക്കൊരു യാചന നടത്തിക്കൊണ്ട് അവർ എഴുത്തയക്കുന്നതോടുകൂടി അതിൽ കൂടി അവരെന്താണ് ഒരു നിർബന്ധം എടുത്തില്ല. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമേണ ശരിയായി. മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കാൻ തരത്തിൽ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതമാരായിരുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നത് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുടിക്കരുതെന്നാണ്. അപ്പൊ ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതമാരായിരുന്നു. അപ്പൊ ഈ ചില കാര്യങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചില വൈകൃതങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. നാടിലും വീട്ടിലും ഒന്ന് മോഹം കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. അപ്പൊ അവരോട് എങ്ങനെ നേരിടണമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കടുത്ത നടപടി എടുക്കാന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് മദ്യപിക്കത്തിലേക്കൊന്നും പോകാതെ ഇവിടെയൊക്കെ നമുക്കതാണ്, ഇവിടെയൊക്കെ ഒരു സ്പോൺസറുടെയും കൂട്ടായ്മയുടെ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്ക് അവരോടൊക്കെ ക്ഷമ നടത്താനായിട്ടുള്ള ഒരു ദ്രോഹിച്ചവരോട് പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ അവിടെ ഒരിക്കലും വിചാരിക്കുന്നത് നമ്മൾ ചെറുതായി പോകുന്നു. അതേ നാട്ടില് അതേ വീട്ടില് കുടുംബങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. ഭയമാണ് ഈ പ്രശ്നത്തിലെല്ലാം കാരണങ്ങളുണ്ടാകുന്നത്. അതിനെ നേരിടാൻ നമുക്കൊരു മാർഗമുണ്ട്. അംഗങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളുടെ ഇടയിൽ വലിയൊരു ശക്തി പ്രവർത്തിക്കും. സോ അതുകൊണ്ട് ഈ കാര്യം ഓർത്തിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു സുഹൃത്തിന്റെ കഥ ഞങ്ങളുടെ മനസ്സിലേക്ക് ഇതൊരു സുഹൃത്തിന്റെ കഥ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയേറെ വർത്തിയിരുന്ന അയാളുടെ ബിസിനസ് ഒരാളോട് രസീതൊന്നും കൊടുക്കാതെ അയാൾ കുറച്ച് പണം കൊടുക്കുകയായിരുന്നു. അയാൾ പിന്നീട് അങ്ങനെ വാങ്ങിച്ചെന്ന കാര്യം നിഷേധിക്കുക, സംഭവം അവരെ അവമാനിക്കുന്നതിനോട് ഉപാധി അതൊക്കെ. അങ്ങനെ അയാളുടെ നിഷ്പ്രവൃത്തി മറ്റൊരാളുടെ മാന്യത നശിപ്പിക്കുന്ന മാർഗമായി യഥാർത്ഥത്തിൽ അയാളുടെ എതിരാളി നശിപ്പിക്കപ്പെട്ടു. മനസ്സിലായി. രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലുള്ള എതിരാളിയോട്, പക്ഷെ രണ്ടുപേരും സെയിം ബിസിനസ് ആയിരിക്കും, പക്ഷെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ രസീത് ഒന്നും കൊടുക്കാതെ നല്ലൊരു തുക വാങ്ങിയിരുന്നു. ഒരു റെസീറ്റുമില്ല, എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ വിശ്വാസത്തിന്റെ പുറത്ത്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്, നമ്മുടെ
അംഗമായിട്ടുള്ള ആൾ എന്താ ചെയ്തത്, മറ്റേയാളെ അംഗമാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതായാലും അദ്ദേഹം നിഷേധിച്ചു, ഞാൻ കാശ് മേടിച്ചിട്ടില്ല, ഇയാൾ എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് നടക്കണമെന്നും പറഞ്ഞിട്ട് അതിൽ കൂടി മറ്റേ ആളുടെ മാന്യത, ഇയാളൊരു കളവ് പറഞ്ഞ ഒരാളെ നല്ലൊരു മനുഷ്യനെ ചീത്തയാക്കാണെന്നുള്ള രീതിയിൽ കുറിച്ച് അയാളെക്കുറിച്ച് വളരെ മോശക്കാരനായിട്ട് അയാൾ എതിരാളി നശിപ്പിക്കപ്പെട്ടു എന്നാണ് അതിനകത്ത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് yes, in fact his rival was ruined. അത് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മളൊരു ക്യാരക്ടർ അസാസിനേഷൻ എന്നൊക്കെ, ഒരു വ്യക്തിഹത്യ, അതാണ് ശരിയായിട്ടുള്ള ഒരു വാക്ക്. അയാൾ ചെയ്യാത്തൊരു കാര്യത്തിന് അയാളെ കുറിച്ച് പറഞ്ഞ് ഇയാൾ സ്ഥാപിക്കും. കാരണം ഇയാളുടെ വാക്ക് ഇപ്പൊ വിശ്വസിക്കൊന്നുമില്ല. ഇയാൾ വെള്ളടിയൊക്കെ നിർത്തിയിട്ട് വലിയ മാന്യനായിട്ട് ജീവിക്കുകയല്ലേ. അപ്പൊ അയാള് പറഞ്ഞതായിരിക്കും അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചതും. ഇയാള് ഒരു വ്യക്തിഹത്യ നടക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത ആ തെറ്റ് താൻ ചെയ്തിട്ടുള്ള അയാൾക്ക് തോന്നി. അപ്പൊ അയാൾക്ക് കുറ്റബോധം തോന്നി. ഈ പഴയ കാര്യം അയാൾ പുറത്തെടുത്താൽ അത് അയാളുടെ ബിസിനസ് പങ്കാളിയുടെ മാന്യത ബാധിക്കുക, അയാളുടെ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടുത്തുകയും തന്റെ ഉപജീവനം അടഞ്ഞു പോവുകയും ചെയ്യുമെന്ന് അയാൾ ഭയപ്പെട്ടു. അയാളെ ആശ്രയിച്ചു കഴിയുന്നവരെ അയാളുടെ കുഴപ്പങ്ങൾ ഉൾപ്പെടുത്തുവാൻ അയാൾക്ക് എന്താണ് അവകാശം? തന്റെ എതിരാളിയെ കുറ്റകൃത്യനാക്കിക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന അയാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അയാളുടെ ഭാര്യയെയും ബിസിനസ് പാർട്ട്ണറെയും കണ്ട് സംസാരിച്ചിട്ട് അയാളുടെ ഒരു തീരുമാനത്തിലെത്തി. ഈ വിനാശകരമായ ഭാവത്തിന് വരുന്ന കുറ്റക്കാരനായി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വരുമാനങ്ങളെക്കാൾ നേരിടുകയായിരിക്കും ഭേദമെന്ന് അയാൾ കരുതി. ഫലം എന്തായാലും ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതെന്ന് അയാൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ അയാൾ വീണ്ടും കുടി ആരംഭിക്കുകയും തനിക്കുള്ളതെല്ലാം എങ്ങനെയും നശിപ്പിക്കുകയും ചെയ്തു. വളരെ കാലം കൂടി അയാൾ ആദ്യമായി ഒരു പള്ളിയിലെത്തി. അവിടുത്തെ പ്രഭാഷണത്തിന് ശേഷം ശാന്തനായി എഴുന്നേറ്റിരുന്ന എല്ലാത്തിനെയും കുറിച്ച് ഒരു വിശദീകരണം നൽകി. അയാളുടെ പ്രവൃത്തിക്ക് വിപുലമായ അംഗീകാരം ലഭിച്ചു. ഇന്ന് അയാൾ ആ പട്ടണത്തിലെ ഏറ്റവും അധികം വിശ്വസനായ പൗരനാണ്. ഇതെല്ലാം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. ഏതായാലും ഈ വ്യക്തി ചെയ്തത് ഏതായാലും അയാളുടെ ഒരു കുടുംബമായിട്ട് നേരിട്ടൊരു സംസാരത്തിൽ ഇരുന്ന് സംസാരിക്കണം. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇയാൾക്ക് അതിൽ നിന്നുള്ള അയാളുടെ നഷ്ടപ്പെട്ട ആ വിശ്വസ്തതയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ നടക്കുന്ന കുർബാനയ്ക്ക് ഇടയിൽ അദ്ദേഹം ഈ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ചെയ്താണ്, അദ്ദേഹം പൈസ മേടിച്ചിട്ട് ഞാൻ കളവ് പറഞ്ഞാണ്, അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. വളരെ ഒരു സത്യസന്ധമായിട്ടുള്ള ഇന്ന് അതൊക്കെ എത്രമാത്രം സാധ്യമാണെന്നോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരാതെ തന്നെ നമുക്ക് ഇന്നിപ്പോ ഒരു ഗ്രൂപ്പിലൊക്കെ തന്നെ തീർക്കാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്യാതറിങ്ങിലൊക്കെ നമുക്ക് തീർക്കാമായിരിക്കും. പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും. എനിവേ, ഇതിനകത്തുള്ള കാതലായിട്ടുള്ള അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകളെ. ഇനിയുള്ളത് ഗാർഹികമായും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തു പറയാൻ മടിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നാം സ്ത്രീകളുമായി ഒരു പക്ഷേ ഇടപഴകുന്നവരാണ്. ഇക്കാര്യത്തിൽ മറ്റാളുകളിൽ നിന്ന് അടിസ്ഥാനപരമായി കൂടുതൽ മോശപ്പെട്ടവരോ ആണോ അമിത മധ്യസ്ഥക്കെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളത് ഇന്നിപ്പോ ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന കാലമാണ്. അതിന് മദ്യപാനികളുടെ വീട്ടിലെല്ലാം ഇതുണ്ട്. പിന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന രീതിയിൽ നാം സ്ത്രീകളുമായി ഒരു പക്ഷേ ഇടപെടുന്നവരൊക്കെ. കാരണം ഈ സെക്ഷലായിട്ടുള്ള അഡിക്ഷൻ ഇല്ലാത്ത മദ്യപാനികൾ വളരെ കുറച്ചായിരിക്കും. പരസ്ത്രീ ബന്ധം ഒന്നും പോരാ, രണ്ടും പോരാ, മൂന്നും പോരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്നവർ ചിലരുണ്ടാവും. ചിലരെല്ലാവരും ആവണമെന്നില്ല. വളരെ റെയറായിട്ട് അങ്ങനെ ഈ പ്രശ്നമില്ലാത്തവരായിട്ട് എന്റെ ജീവിതത്തിൽ ഇത്ര വർഷങ്ങളിൽ കണ്ടിട്ടുള്ളൂ. വളരെ റെയറായിട്ട്. അപ്പൊ ഈ കാര്യത്തിൽ മറ്റാളിൽ നിന്ന് അടിസ്ഥാനമായി കൂടുതൽ മോശപ്പെട്ടവരാണോ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കാര്യത്തിൽ ഒരു ഇത് പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യത്തിൽ ഇത്തിരി മോശപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. യെസ്. പക്ഷെ കുടുംബത്തിലെ ലൈംഗിക ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. കുറച്ചു കാലത്തെ അമിത മധ്യവസമുള്ള ജീവിതം കൊണ്ട് ഒരു ഭാര്യ പരിശീലനയും വിദ്വേഷവതിയും ആരോടും ഒന്നും മിണ്ടാത്തുള്ളവരെ എത്തുന്നു. ഭർത്താവട്ടെ ഏകാന്തം അനുഭവിക്കുന്നവനും തന്നെ കുറിച്ച് തന്നെ ദുഃഖത്തിന് മാറ്റിയിരുന്നു. അപ്പൊ ഇവിടെ ഈ രീതിയിൽ റിക്കവറിയിൽ വന്നതിന് ശേഷമുള്ള ഒരു കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പല
ബന്ധങ്ങൾ ശേഷം പെട്ടെന്ന് ഈ മദ്യപാനിയായിട്ടുള്ള ആള് റിക്കവറിയിലാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഊരി പോരാനായിട്ട് പറ്റുന്നില്ല. പോരാത്തതിന് പിന്നെ നമ്മൾ മദ്യപിച്ച് ബോധമില്ലാതെ വന്ന് കിടന്നുറങ്ങിയിരുന്ന നമ്മൾ മദ്യപാനത്തിന് ശേഷം നോർമലായി കഴിയുമ്പോൾ നമുക്ക് ഭാര്യയായിട്ട് അടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടാവാം. അവരിലേക്ക് മറ്റൊരു കുടുംബ ബന്ധം, ഒരു ശാരീരികമായിട്ടുള്ള ബന്ധത്തിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവണമെന്നുണ്ടാവില്ല, വെറുപ്പായിരിക്കും. ഇതെല്ലാം കൊണ്ട് ഈ ഭാര്യയും ഭർത്താവും ഒരു തമ്മിലുള്ള ഒരു അകൽച്ച ഉണ്ടാവും. മനസ്സിലായില്ല? ചിലരുടെ കാര്യത്തിലെങ്കിലും. ചില ഭാര്യമാർ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷെ മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും, കുറെ സമയം എടുക്കാനോ. അപ്പൊ അങ്ങനെയുള്ളവരാണ് മദ്യത്തിന് പുറമെ മറ്റെന്തിനോട് വേണ്ടി നാറ്റുകളുമില്ല അതുപോലുള്ള സ്ഥലങ്ങളിൽ അയാൾ ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു. തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അയാൾക്ക് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ വെള്ളമടി മദ്യത്തിന് പുറമെ മറ്റെന്തിനോ വേണ്ടി, അതെന്താണ്? മറ്റെന്തിനോ വേണ്ടിയിട്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പറയത്തില്ല, ശരിയായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ക്ലബുകളുള്ള, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നൈറ്റ് ക്ലബിൽ അങ്ങനെ സിറ്റികളിലൊക്കെ ഉണ്ടാകും. പക്ഷെ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. അതുപോലെ തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയുമായി, എന്നെ ശരിയായിട്ട് മനസ്സിലാക്കുന്ന എന്റെ ഭാവനയിലുള്ള ഒരു ഭാര്യ ആയിട്ടുള്ള പെണ്ണുമായിട്ട് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടായത്. അയാൾ ആത്മാർത്ഥമായി, ഞങ്ങൾ പറയട്ടെ, അയാളെ ശരിക്കും മനസ്സിലാക്കുന്നു. ചിലപ്പോ ഈ സ്ത്രീയോ പെൺകുട്ടിയോ ഇയാളെ കുറിച്ച് ശരിക്കും സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ നല്ല ഒരു ഇതാവാനും വഴിയുണ്ട്. പക്ഷെ ജീവിതം രണ്ടുപേരുടെയും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേറൊരു വശമുണ്ട്. പക്ഷെ അത്ര ഒരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകുമെന്നില്ല. ഇപ്രകാരം പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാൾ പലപ്പോഴും ദുഃഖിതനായിരിക്കും. പ്രത്യേകിച്ച് അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എല്ലാ നരകങ്ങളും അയാളോട് അനുഭവിച്ചിട്ടുള്ള കൂറും ധീരതയുമുള്ള ഭാര്യയാണ്, ഒരു ഭാര്യയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രീതിയിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഈ ബന്ധങ്ങളെ പുതുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം, ഈ പരിഹാരത്തിനകത്ത് നമ്മൾ ദ്രോഹിച്ചവരുടെ ലിസ്റ്റിലുള്ള ഒരു പേരല്ലേ ഈ ഭാര്യ എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ പരസ്പരി ബന്ധം പുലർത്തുന്ന അതിനെക്കുറിച്ച് ഭാര്യയ്ക്ക് അറിയാമെങ്കിലും ചെയ്യാമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അത് ഇതില്ല. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ കൊണ്ട് പലപ്പോഴും നമ്മൾ ദുഃഖിതനായിരിക്കും. പോരാത്തതിന് നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവായിട്ട് കാണണം. നമ്മൾ വിവാഹം കഴിച്ച എല്ലാ നരകങ്ങളും നമ്മൾ വെള്ളമടിച്ച് ബോധമില്ലാതെ വഴി വീട്ടിൽ കിടന്നപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി, രാത്രിയിൽ പകലും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വളർത്തിയും ആഹാരം വെച്ചു കൊടുത്ത് എല്ലാത്തിനും നോക്കിയ ഒരു ഭാര്യയുണ്ട് സത്യസന്ധമായിട്ട്. ആ ഭാര്യയോടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പൊ അവരുടെ ആ മനോഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ വേറെ എന്നെ ഇനി മനസ്സിലാക്കണമെന്നുള്ളത്, നമ്മളെ ശരി, നമ്മളുടെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളും സ്നേഹവും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണതയിൽ അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് മനസ്സിലാവും. സത്യസന്ധത എന്നുള്ള വാക്ക് എന്നുള്ളത് ദൈവികമാണ്. ആ സത്യസന്ധതയ്ക്ക് അതിന്റെ വില തീർച്ചയായിട്ടും കിട്ടും. കാര്യത്തിന്റെ സ്ഥിതി എന്താണെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം പിന്നെ അവളോട് തുറന്നു പറയണം. എല്ലായ്പ്പോഴും വേണ്ടിവരില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ കാടത്തങ്ങളൊക്കെ പൊതുവെ അവൾക്ക് അറിയാമെങ്കിൽ എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിക്കണം. അവൾ എല്ലാ വിവരങ്ങളും അറിയാൻ നിർബന്ധം പിടിച്ചേക്കാം. സ്വന്തം ജീവിതത്തിൽ ആ സ്ത്രീ ആരാണെന്നും അവൾ എവിടെയാണെന്നും ഭാര്യയ്ക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും. മറ്റൊരു വ്യക്തി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം പറയേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ചെയ്തിട്ടുള്ളതിനെ കുറിച്ചുള്ള ദുഃഖമുള്ളവരാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾ അത് ആവർത്തിക്കുകയുമില്ല. ഇതിനേക്കാൾ ഉപരി ഒന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതിനേക്കാൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരവകാശമില്ല. ഇതിനൊരു പക്ഷെ അപവാദം ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിബന്ധന ഇക്കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണെന്ന് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്, അപ്പൊ ചില കാര്യത്തിൽ ഭാര്യയ്ക്ക് അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച്, അവളോട് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അത് വീണ്ടും ആ ഒരു എപ്പിസോഡ് അവിടെ ഉപേക്ഷിക്കുക, ആ ബന്ധം ഉപേക്ഷിക്കുക, ആ കാര്യമായിട്ട് ഭാര്യയായിട്ട് ചർച്ച ചെയ്യേണ്ട. ഞാൻ നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടോ, നിന്നുള്ള പ്രകാരത്തെ സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അത് പ്രശ്നങ്ങൾ, അത് വലിയൊരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് പക്ഷെ അവർക്ക് അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, ആരാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് എവിടെന്നെങ്കിലും അവർക്ക് അറിയാമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണം. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്,
പക്ഷെ ഞാനിപ്പോ റിക്കവറിയിൽ വന്നതിന് ശേഷം സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചിരിക്കണം. പക്ഷെ ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭാര്യയെ ചിലപ്പോ കാർക്കശ്യം പിടിച്ചേക്കാം. എനിക്ക് ആളാരെന്ന് അറിയണമെന്ന് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. അതിനെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് പറഞ്ഞു വേറൊരു വ്യക്തിയെ നമ്മുടെ വീട്ടിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയെ ഞാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാണ്. എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞിടത്തോളം കാലം നിന്റെ മനസ്സിലേക്ക് നീ ആ വ്യക്തിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏ രീതിയിൽ ആ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ അവരവരുടെ ഭാര്യമാരുടെ എല്ലാവർക്കും അവരവരുടെ ഭാര്യമാരുടെ എന്റെ ഭാര്യയുടെ രീതി ആയിരിക്കുമല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. അതല്ല എങ്കിൽ അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം പറയേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മളിവിടെ തുറന്നൊന്ന് പറയണം. ഞാൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. അത് കഴിഞ്ഞു. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി വേറൊരു കഥാപാത്രം വരില്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞു. ഇനി തിരുത്താൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു സമീപനം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ജീവിതത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാതയില്ല. അത് ഭാര്യയ്ക്ക് എന്നതുപോലെ തന്നെ ഭർത്താവിനും നല്ലതുള്ളായിരിക്കും. നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവൾക്കും അതിന് കഴിയും. അവളുടെ അസൂയ എന്ന് പതിച്ചേക്കാനിടയുള്ള വ്യക്തിയുടെ പേര് അവളോട് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പാതയല്ല. അത് ഭാര്യയ്ക്ക് എന്നതുപോലെ തന്നെ ഭർത്താവിനും നല്ലതിനുള്ളതായിരിക്കണം. നമുക്ക് മറക്കാൻ പറ്റുന്നതിന് അവൾക്ക് മറക്കാൻ പറ്റും. അവളുടെ അസൂയ എന്ന് വിളിച്ചേക്കാൻ വ്യക്തിയുടെ പേര് അവളുടെ പറയാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പം സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും. അപ്പോൾ വൈഫിന്റെ തന്നെ ആണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചവരുണ്ടാവും. അപ്പോൾ അവരോടും പൊറുക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം കാര്യങ്ങളിൽ ഒരു മദ്യപാനിയുടെ ഭാര്യയുടെ ജീവിതത്തിൽ അവർ പല അലംഭാവങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ വേറെ പുരുഷനായിട്ടൊന്നും ബന്ധം ഉണ്ടായിരുന്നുണ്ടാവില്ല. വേറെ പല രീതിയിലും പല ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വന്നതോടുകൂടിയുണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ മദ്യപാനികളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ചാറ്റിങ്. ഞാൻ 4 ദിവസം അത്ഭുതപ്പെട്ടു. ഞാൻ പോലും എന്താണ് ഈ വാട്സപ്പ് അല്ലാതെ വേറെ ഒരെണ്ണമുണ്ടല്ലോ, പേരും പറഞ്ഞു. അതൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. മനസ്സിലായില്ലേ? എത്ര ആപ്പുകളോ, ഈ ആപ്പുകളൊക്കെ ആപ്പുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അതിൽ കൂടി ജീവിതം അവസാനിക്കുകയാണ്, തൂങ്ങി മരിക്കുകയാണ്, തല്ലിക്കൊല്ലുകയാണ്, വെട്ടിക്കൊല്ലുകയാണ്, ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യയാണ്, പിള്ളേരെ കൊണ്ടെടുത്ത് കിണറ്റിലേക്ക് എടുത്തിയാടാണ്. ഒരു പരിചയമില്ലാത്തതിന് ഭർത്താവ് ഗൾഫിലാണ്, സകല സ്വർണവും അയച്ചു കൊടുത്ത കാശം എല്ലാം വെറുതെ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തിരി കൂടി വന്നിട്ടുണ്ട്. ഈ ബുക്ക് എഴുതുമ്പോഴുള്ള കാര്യം ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവരും നമ്മളോട് മറക്കും. നമുക്ക് മറക്കാൻ പറ്റണം, അവരും മറക്കും. അത് ഞാൻ പറയുന്നത് ഇതിനകത്തെല്ലാം ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടോ. അപ്പൊ forgive and forget. Forgive and forget each other എന്ന് പറയും. മറക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നിങ്ങളുടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ നല്ല ഡെയിലി റിഫ്ലക്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് ചർച്ച എന്തുവേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും വന്നതിന് സന്തോഷം. താങ്ക് യു തമ്പി സാറേ, താങ്ക് യു.